എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നമ്മൾ എഴുതാൻ പോകുന്ന 10th മെയിൻസ് ആണെങ്കിലും ഡിഗ്രീൻ്റെയൊക്കെ ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് ഇതിന് വരിക. ചെറിയ മാറ്റമേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അത് നമുക്ക് അത് ഒഴിച്ചെടുത്തിയാൽ ബാക്കി 80 മാർക്ക് നമ്മൾ അതേ സിലബസിൽ നടത്തുന്ന എക്സാമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാം മറ്റ് ലാബ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ സെക്രട്ടറി ഡിഗ്രി പ്രിലിംസും അതുപോലെ മറ്റ് മെയിൻസ് എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അത് പ്രകാരമുള്ള ആൻസറാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നവരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ശരിയാണ്. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ അതും എന്താണ് ശരിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹിയായിരുന്നു ചമ്പാര സത്യ 1917. അതും ശരിയാണ്. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ വർഷം 1915 ശരിക്കും പറഞ്ഞാൽ 1915 ജനുവരി 9 ഇന്ത്യയിലോട്ട് മടങ്ങിയെത്തിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ശരിയാണ് ആക്ച്വലി. പക്ഷേ പ്രൊവിഷണൽ ആൻസർ ഈ പ്രകാരം കൊടുത്തുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ കൊടുത്തുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് കൊടുത്തുള്ളത്. 1, 2, 3 ശരി എന്നുള്ള ആൻസറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം എന്നറിയില്ല. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അടുത്ത ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങൾ ഏതാണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പെടുന്നത്. അപ്പം എന്താണ്? പ്രാചീന മലയാളം അല്ലേ, അത് പെടും. പിന്നെ അതുപോലെ തന്നെ ആദിഭാഷ അതും പെടുന്നതാണ്. വേദാധികാര നിരൂപണം അതും പെടുന്നുണ്ട്. പക്ഷെ ആത്മോപദേശ ശതകാരുടെയാണ് അത് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ. അതുകൊണ്ട് അതെന്ത് ചെയ്യൂല, പെടൂല. അപ്പോൾ ഏതാണ് വരിക? 1, 2, 3. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ പേര് കറക്റ്റ് പഠിക്കുന്നുണ്ടല്ലേ. ഒന്നാളാണ് പൊട്ടവര കുഞ്ഞമ്പു നായർ ഉൾപ്പെടും. അതുപോലെ തന്നെ കോയിറ്റ ചിരികണ്ഠൻ അല്ലേ, പഠിക്കുന്നുണ്ട്. പക്ഷെ ചൂരിക്കാടൻ കൃഷ്ണൻ നായർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നുണ്ടോ? ഇല്ല. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ നമ്മൾ പഠിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ പള്ളിക്കൽ അബൂബക്കർ. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ഓപ്ഷൻ എ ആണല്ലോ. 1, 2, 4 അല്ലെ. 1, 2, 4 ഉത്തരമായിട്ട് വരിക. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ വന്തിയ കണ്ടെത്തുക എന്നോർക്കില്ല. US-ന്റെ 16ാമത് പ്രസിഡന്റ് ആയിരുന്നു ആരാണ്? എബ്രഹാം ലിങ്കൺ. അത് ശരിയാണ്. 1861 ഏപ്രിലിൽ അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അതും ശരിയാണ്. 1865 ഏപ്രിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു അല്ലേ. അതും ശരിയാണ്. അമേരിക്കയുടെ ഭരണഘടന 14ാം ഭേദഗതി പ്രകാരം അടിമത്തം അവസാനിപ്പിച്ചു. ആ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ ഉത്തരം വരിക ഏതാണ്? ഉത്തരം വരിക ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരി. ഏതാണ്? ഓപ്ഷൻ എ. 1, 2, 3 ശരി. 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് കൂട്ടത്തുനിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അതെന്താണ്? തെറ്റാണ്. ലോക ജനതയെ സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തുക. അതും ശരിയാണ്. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഏതാ വരെ? 1, 3, 4 ശരി ഉത്തരം. അടുത്തൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. അത് നമുക്ക് കറണ്ട് അഫെയറിൽ പഠിക്കുന്നത് ശരിയാണ്. പക്ഷേ 1961 പഴയ പാമ്പൻ പാലത്ത് നിർമ്മാണം അത് തെറ്റാണ്. 1961 1914 എന്ത് ചെയ്യുന്നത്, അത് പൂർത്തിയാവുന്നത്. പഴയ പാമ്പൻ കാല ഇനാഗുറേഷൻ ചെയ്യുന്ന 1914 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. പുതിയ പാലത്തിന് സമുദ്രത്തിൽ 2.5 മീറ്റർ ഉയരവും 2.8 കിലോമീറ്റർ വീതിയുമുണ്ട്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പം എന്താണ്? 1 ശരിയാണ്, 3 ശരിയാണ്, 4. അപ്പം എന്താണ്? 1, 3, 4 ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. സിന്ധു നദി നംചാവർവയെ കീറിമുറിച്ച് അല്ലെ. സിന്ധു നദി നംചാവർവ അല്ല, അതാണ് ബ്രഹ്മപുത്രിയാണ് നംചാവർവ അല്ലേ. അപ്പം എന്താണ്? അത് തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ്? യമുന
ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദ് വെച്ച് കൂടുന്നത് ശരിയാണ്. അലഹബാദ് വെച്ച് ഗംഗ, യമുന, സരസ്വതി സമം അല്ലേ, ത്രിവേണി സംഗമം എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. കോസി ബീഹാറിന് ദുഃഖാണ്, അതും ശരിയാണ്. കോസി ബീഹാറിന് ദുഃഖം, അത് ശരിയാണ്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണല്ലേ. മാനസരോവ ചമയുങ്തുങ് ഹിമാനി എന്നാണ് ആര് ഉത്ഭവിക്കുക? ബ്രഹ്മപുത്ര. ഈ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആരാണ്? അത് സിന്ധു നദിയാണ്. അപ്പോൾ ഇത് എന്താണ്? ഇതും എന്താണ്? നാലാമത്തെ എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതാ ഉത്തരം വരിക? ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2, 3 ശരി. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അതേതാണ്? നമ്മൾ പ്രവാഹങ്ങൾ പഠിക്കുമ്പോൾ ഇത് പഠിക്കും. അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ്. അറ്റ്ലാന്റിക് സമുദ്രമാണ്. അടുത്ത, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സമുദ്രമേഖല പേരുകൾ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് നമ്മൾ എന്തോരം? സൈക്ലോൺ. അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, ഹരിക്കെയിൻ അത് ശരിയാണ്. ചൈന കടൽ, പസഫിക് സമുദ്രം ഏതാണ്? ടൈഫൂൺ. അതുപോലെ തന്നെ പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ, അതെന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതാണ് വരിക? ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ സി ആണല്ലേ. എന്താണ്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? 1, 2, 3 ശരി. ഓപ്ഷൻ സി 1, 2, 3 ശരി. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള, ഏറ്റവും കൂടുതൽ റോഡ് സാന്ദ്രതയുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഏതാണ്? കേരളം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്? അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ കറക്റ്റ് പഠിക്കാറാണ്. അതാണ് ഷോല എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോല എന്ന് കൊടുത്താണ്. ഏതാണ് ആദ്യം വരിക? കേരളത്തിൽ ഓർഡർ പഠിക്കാൻ നമ്മൾ ആദ്യം പഠിക്കും. ഈ വലിപ്പത്തിൻ്റെയും അതുപോലെ എന്താണ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെയിം ഓർഡറാണ് വരിക. എന്താണ്? വലിപ്പമാണെങ്കിലും അതിൻ്റെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ആദ്യം വരികതായിരിക്കും ആനമുടി. എന്താണ്? ആനമുടി അല്ല, ഏതാണ്? ഇരവികുളം, സൈലന്റ് വാലി, അതുപോലെ തന്നെ മതികെട്ടാഞ്ചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല. ഇതാണ് അതിൻ്റെ ഓർഡർ വരിക, വലിപ്പമാണെങ്കിലും വന്നതിൻ്റെ ക്രമമാണെങ്കിലും. അപ്പോൾ ഏതാണ് ലാസ്റ്റ് വരിക? ലാസ്റ്റ് വന്ന ഏതാണ്? ലാസ്റ്റ് വന്നതും അതുപോലെ ഏറ്റവും ചെറുതും ചോദിച്ചതാണ് പാമ്പാടുംചോല നാഷണൽ പാർക്കാണ്. അതുപോലെ തന്നെ ധരാതരീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിദാനം ചെയ്യും? ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എന്തിനാ പറയുന്നത്? കോണ്ടൂർ രേഖകൾ എന്തിനാ വരയ്ക്കുന്നത്? എന്താണ്? കുത്തനെയുള്ള ചെരിവ് അല്ലേ. എന്താണ്? കുത്തനെയുള്ള ചെരിവ്. ഓപ്ഷൻ ബി ആണ്. അതുപോലെ തന്നെ നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നുള്ള ഗവൺമെൻറ് നയത്തിന് നമ്മൾ എന്താ പറയുക? ധനനയം അല്ലേ, അതായത് ഫിസ്ക്കൽ പോളിസി എന്നാ പറയുക. അതേപോലെ തന്നെ പലിശ നിരക്ക്, അതുപോലെ പണത്തിൻ്റെ ലഭ്യത, പലിശ നിരക്ക് എന്നിവയ്ക്കായിട്ട് ബന്ധപ്പെട്ട RBIയുടെ നയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം എന്ന് പറയുക. അപ്പം എന്താണ്? ഇതെന്താണ്? ധനനയമാണ് ഉത്തരം വരിക. ഓക്കെ. അടുത്ത്, ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെടുന്ന ചോദിച്ചതാണ്? അത് ഓപ്ഷൻ സി ആണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. എന്താണ്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഏതാണ്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. അതുപോലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മോബി കൺഫ്യൂഷൻ ആവാം. പക്ഷേ എന്തായാലും കാനറ ബാങ്ക് അല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, ഫെഡറൽ ബാങ്ക് അല്ല നമുക്കറിയാം. അതുപോലെ ദേശീയ കാർഷിക ഗ്രാമീണ ബാങ്ക് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഏതാ ബാങ്ക് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് നോക്കുകയാണ് ദേശീയ, നാഷണൽ അഗ്രികൾച്ചർ അല്ലെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലേ, അതായത് നബാർഡ്. ഏതാണ്? നബാർഡാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം നബാർഡാണ് എന്ത് ചെയ്യുന്നത്? ഈ കാർഷിക വായ്പകളും ഗ്രാമീണ മേഖലയിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം ഏതാ വരിക? അതിൻ്റെ നേരെ മലയാളം നിന്നപ്പോൾ നമ്മളൊന്ന് കൺഫ്യൂഷൻ അടിക്കും അല്ലേ. ഏതാണ്? നബാർഡാണ്. എന്താണ്? ഓപ്ഷൻ ഡി. ഏതാണ്? നബാർഡാണ്. അടുത്തെന്താണ്? നീതി ആയോഗിൻ്റെ 2020 ആരോഗ്യ സൂചിക 2025 മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ എന്താണ് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 51-56 ശരിയാണ്. ഹരിത വിപ്ലവം 3-ാം പഞ്ചവത്സര പദ്ധതി ശരിയാണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ ആരംഭിച്ചത് 1968-70. അതെന്താണ്? തെറ്റാണ്. ഇത് റോളിംഗ് പ്ലാൻ എപ്പോഴാണ്? 78-80 ആണല്ലേ. അതായത് 5-ാം പഞ്ചവത്സര പദ്ധതി 78 നിർത്തിയിട്ട് അതിന് പകരമാണ് എന്ത് വരുന്നത്? റോളിംഗ് പ്ലാൻ 78-80 വരെയാണല്ലേ. ഈ 66 നിർത്തിയിട്ട് 3-ാം പഞ്ചവത്സര പദ്ധതി നിർത്തി 66 മുതൽ 69 വരെ എന്തായിരുന്നു? പ്ലാൻ ഹോളിഡേ ആയിരുന്നു അല്ലെ. പ്ലാൻ ഹോളിഡേ.
അടുത്ത ക്വസ്റ്റ്യൻ 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന അപ്പോൾ അതിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? ഇതൊക്കെ നമ്മൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ എത്രയാണ്? 100 കാർഷിക ജില്ലകളാണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു വെച്ചാൽ അത് നമുക്കറിയാം. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു അല്ലേ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടുന്നാണ് കടമെടുത്തത് എന്നുള്ള കാര്യമാണ് ചോദിച്ചില്ല. മാച്ച് ദി ഫോളോയിങ് ആണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം എന്താണ് നിയമ നിർമ്മാണ പ്രക്രിയ അല്ലെ. ഇത് ഈയിടക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു. നിയമനിർമ്മാണ പ്രക്രിയ എവിടുന്നാണ്? ബ്രിട്ടൻ എന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെയാണ്? അമേരിക്ക എന്നാണ്. അർദ്ധ ഫെഡറൽ സംവിധാനം എവിടുന്നാണ്? ക്വാസി ജുഡീഷ്യൽ എവിടെയാണ്? കാനഡ എന്നാണ്. അതുപോലെ തന്നെ ഇത് എവിടുന്നാണ്? അയർലൻഡ് എന്നാണ്. അപ്പോൾ ഏതാ ഉത്തരം വരിക? ഉത്തരം വരിക ഏതാണ്? 1, 4 വരും. 1, 4 എന്നല്ല 3 ഓപ്ഷൻ. 2 ഏതാ വരിക? 2, 3 വരും. 2, 3 1, 4, 2, 3. അപ്പോൾ സെയിം 2 ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏതാണ്? 3, 2. 3 ഏതാണ്? 2 കാനഡ. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചല്ലേ. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയെന്നാണോ? അല്ല അമേരിക്കൻ ഭരണഘടന. അപ്പോൾ അത് തെറ്റാണ്. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയുടെ സ്വത്തവകാശത്തെ മൗലികാവകാശത്തെ പട്ടിക നീക്കം ചെയ്തു. അത് ശരിയാണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? നിലവിൽ ഭരണഘടനയിൽ 7 മൗലികാവകാശം ഓർമ്മ 7 ഉണ്ടോ? ഇല്ല. എത്രയാണ്? 6 ഉള്ളൂ. അപ്പോൾ ഉത്തരം ഏതാ വരിക? 2 മാത്രമേ ഉള്ളൂ അതിൽ ശരി എന്ന് പറഞ്ഞാൽ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏതാണ്? ഭേദഗതികളും അവ എന്താണെന്നുള്ള കാര്യം മാച്ച്. 42ാം ഭേദഗതി ഇതിൽ ഏതാ വരിക? നിർബന്ധിതവും സ്വല്ല ഏതാണ്? ഭരണഘടനാ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി അല്ലേ. 1, 4 ടി. പിന്നെ ഏതാണ്? 86ാം ഭേദഗതി 80 നിർബന്ധിതവും. ഇത് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിനൊക്കെ ചോദിച്ചാണല്ലേ. 73ാം ഭേദഗതി അറിയാം പഞ്ചായത്തി രാജാണ്. 52ാം ഭേദഗതി കൂറുമാറ്റാണ്. ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ആൻസർ ഏതാ വരിക? 1, 4, 2, 1. 1, 4, 2, 1 എന്ന് വരുന്ന ഒറ്റൊരു ഓപ്ഷൻ. 1, 4, 2, 1. അപ്പോൾ അവിടെ തന്നെ ഉത്തരം കിട്ടും. ഏതാണ്? സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശകത്വം ഉൾപ്പെടാത്തത്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നമുക്കറിയാം. എന്താണ്? ആർട്ടിക്കിൾ 39 D ആണ് അല്ലേ. ഈ പറഞ്ഞ മാർഗനിർദ്ദേശത്വങ്ങൾ വരുന്നതാണ്. ഏകീകൃത സിവിൽ കോഡ് 44 പഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കിൾ 40 ആണ് അല്ലേ. 36 മുതൽ 51 വരെ മാർഗനിർദ്ദേശത്വമാണ്. പക്ഷെ അയിത്ത നിർമ്മാർജ്ജനം അല്ല. അത് ആർട്ടിക്കിൾ 23 പറയുന്നത്. അയിത്താചാര നിർമ്മാർജ്ജനം അല്ലേ. അപ്പം എന്താണ്? അത് പെടില്ല. അപ്പോൾ ഏതാണ്? ആർട്ടിക്കിൾ D D ആണ്. അത് എന്താണ്? മൗലികാവകാശത്തിലാണ് പെടുക. അപ്പോൾ അത് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ് എന്ത് ചെയ്യുക ഉത്തരമായിട്ട് വരിക. താഴെ പറയുന്ന കേന്ദ്ര കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡന്റും ഗവൺമെൻറ് തലവനാരായിരിക്കും പ്രധാനമന്ത്രി. അത് ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടി അല്ലേ. അതേപോലെ ഭരണഘടനയുടെ 96ാം ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി എത്ര അംഗങ്ങളാവണമല്ലോ അംഗസംഖ്യ ലോകസഭയുടെ മൊത്തം അംഗങ്ങളുടെ 20% എന്നാവട്ടെ. അത് തെറ്റാണ്. എത്രയാണ്? 15%. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതാ ശരിയായിട്ട് വരിക? ഏതാണ്? എ ആണ്. 1ഉം 2ഉം മാത്രം എന്താണ്? ശരിയാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്. എപ്പോഴും പഠിക്കുക ലിസ്റ്റുകൾ. ഇത് SCRTൻ്റെ 9ാം ക്ലാസ്സിലെ SCRT 4ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് എപ്പോഴും എന്ത് ചെയ്യുക ചോദിക്കുക. താഴെ പറയുന്നവയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത്. ഇപ്പോൾ കൃഷി, പോലീസ്, ഇൻഷുറൻസ് ഒന്നും അല്ല അല്ലേ. അപ്പോൾ എന്താണ്? കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പഠിക്കുന്ന 42ാം ഭേദഗതിയിലൂടെ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ആക്കിയതാണ് ഈ വനം അല്ലേ. ഏതാണ്? വനം. ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഉത്തരം ഏതാ വരിക? വനമാണ് ഉത്തരം വരിക. എന്താണ്? വനമാണ് ഉത്തരം വരിക. ഓക്കെ. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അന്നെന്താണ്? സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്തു. അതെന്താണ്? ശരിയാണ്. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ് ധനസ്ഥിതി പരിശോധിക്കാം. ഓരോ
10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെൻറ് ധനകാര്യ കമ്മീഷൻ 10 വർഷമല്ല, എത്രയാണ് 5 വർഷമാണ്. തെറ്റാണ്. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ അല്ലെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഉൾപ്പെടുക. അതെന്താണ്? ശരിയാണ്. അപ്പോൾ ഉത്തരേതാ വരിക? 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അല്ലെ അതിൻ്റെ എന്താ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? അല്ലെ അതാരാണ്? രാംനാഥ് കോവിന്ദാണ്. ഓപ്ഷൻ സി ആരാണ്? രാംനാഥ് കോവിന്ദാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന പരീക്ഷാ പരിശീലനത്തിനും കേരള സർക്കാർ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനിൽ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? അതെന്താണ്? വിദ്യാ സമുന്നതിയാണ്. ഏതാണ്? വിദ്യാ സമുന്നതിയാണ് വരിക. ഏതാണ്? വിദ്യാ സമുന്നതി. അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ. ബേസിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? മുഖ്യമന്ത്രിയാണ്. അല്ല, ആരാണ്? മുഖ്യമന്ത്രിയാണ്. അടുത്തെന്താണ്? ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. ശരിയായത് അല്ലേ? അപ്പം എന്താണ്? ഇന്ത്യയിൽ പാർലമെന്റ് പാസ്സാക്കിയ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലും 74ാം ഭേദഗതി പ്രാദേശിക ഗവൺമെന്റ് ശരിയാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലും ഓരോ സമുദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അത് ആ വാർഡിലെ അംഗങ്ങൾ, ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെന്താണ്? ആ വാർഡിലെ ഗ്രാമസഭയിൽ എന്താണ്? അംഗങ്ങളാണ് അല്ലേ? ഒരു സംസ്ഥാനത്ത് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും എല്ലാ തലത്തിലുള്ള മൊത്തം സീറ്റുകൾ 50% അല്ലെ 50% ആയിരിക്കാണ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് അല്ലേ? നിയമപ്രകാരം 33% കൊടുക്കുന്നത്. പക്ഷെ കേരളത്തിലേക്ക് എന്താണ്? കേരള സംസ്ഥാനത്തിൽ അല്ലെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം 33%-ലധികം സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിലടക്കമുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലാണ് 50% കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്? അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക? ഉത്തരം വരിക. അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്തെന്ന് വെച്ചാൽ ഏതാണ്? പദ്ധതിയുടെ പേരെന്താണ്? യോദ്ധാവാണ് അല്ലേ? ഏതാണ്? യോദ്ധാവ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയെ നമ്മൾ എന്താ പറയുക? സിറോഫ്താൽമിയ എന്നാ പറയുക. സ്റ്റേറ്റ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏതാണെന്ന് വെച്ചാൽ ഏതാണിത്? റെഡ് റിബൺ ക്ലബ്ബാണ്. ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബാണ്. മനുഷ്യനിലെ അസ്ഥിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളുണ്ട്. ശരിയാണ്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. ശരിയാണ്. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളില്ല. എത്രയേ ഉള്ളൂ? തലയോട്ടിയിൽ എത്രയുള്ളൂ? 22 അസ്ഥികളുള്ളൂ. അപ്പോൾ ഉത്തരേതാ വരിക? 1, 2 എന്താണ്? ശരിയാണ്. 3 തെറ്റാണ്. 1, 2 ശരിയാണ്. അമൃതാദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട്? നമുക്കറിയാം അമൃതാദേവി ആരാന്നൊക്കെ അറിയാം. ബിഷ്ണോയി പ്രസ്ഥാനമൊക്കെ നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? അപ്പോൾ ഏതാണ്? വന സംരക്ഷണമാണ്. അല്ലാണ് വന സംരക്ഷണമാണ് വരിക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമനോലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാന്ന് ചോദിച്ചതാണ്? റൈസിംഗ് സ്റ്റാർ കേവ് ആണ് അല്ലെ? കറണ്ട് അഫെയർ റൈസിംഗ് സ്റ്റാർ കേവ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്നല്ലേ ഈ ചിത്രം? നമുക്ക് ഈ ചിത്രം അറിയാണെങ്കിൽ അവർ എങ്ങനെയാണെന്ന് അറിയാമെന്ന് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. വുമൺ വിത്ത് വൈൽഡ് ഹെയർ ആരെയായിരിക്കും പറ്റി പറഞ്ഞിട്ടുണ്ടാവും? ആരെയാണത്? എന്താണ്? സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ് പോയി ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു എന്താണ് പ്രസ്താവന നടത്തുന്നത് അല്ലേ? വുമൺ വിത്ത് വൈൽഡ് ഹെയർ. അടുത്ത സയൻസ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1 മൈക്രോവേവിന്റെ ആവൃത്തി F2 എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക എന്നോ? ഏതിനാണ് കൂടുതൽ? ദൃശ്യപ്രകാശത്തിനാണോ മൈക്രോവേവിനാണോ അതേപോലെ തന്നെ എന്താണ് എക്സ്റേക്കാണോ കൂടുതൽ എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ ഏതാ വരിക? ഓപ്ഷൻ എ ആണല്ലേ? F3 ആണ്. F3 F2 F3 F1 F2 അല്ലേ? അതാണ് ആ ഓർഡറാണ് വരിക അല്ലേ? F3 എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? എക്സ്റേ ആദ്യം വരും, പിന്നെ അതിന് ശേഷം എന്ത് വരും? ദൃശ്യപ്രകാശം വരും, അതിന് ശേഷം എന്ത് വരും? മൈക്രോവേവ് വരും. ഒരു പ്രൊജക്ടൈലിൻ്റെ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിൻ്റെ പരമാവധി ഉയരം കണക്കാക്കുക. ഉത്തരം എത്ര വരിക? 5 മീറ്റർ ആണ്. എത്ര വരിക? 5 മീറ്റർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ശരിയായവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്നവരും ജിയുടെ മൂല്യം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അതെന്താണ്, ശരിയാണ്. അതുപോലെ തന്നെ ആഴത്തിൽ പോകും ജിയുടെ മൂല്യം കൂടി വരുന്നു. അത് തെറ്റാണ്, അതും തെറ്റാണ്. ധ്രുവപ്രദേശങ്ങളിലാണ് ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ, അതും ശരിയാണ്. അപ്പോൾ ഏതാ ഇവർ 1ഉം 3ഉം പ്രസ്താവനകൾ എന്താണ്, ശരിയാണ്. 1ഉം 3ഉം പ്രസ്താവനകൾ എന്താണ്, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിക്കപ്പെട്ടതാണ്? STX-01ഉം STX-02ഉം. ഇതൊക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തുന്നു. ഇതിൽ ട്രാൻസ് യുറേനിയം മൂലകം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ട്രാൻസ് യുറേനിയം? അതിൽ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഏതാണ് ഓപ്ഷൻ സി? ഏതാണ്? ഫെർമിയം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെ പറ്റി ശരിയായവ എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. ശരിയായവ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഏതൊക്കെയാണ്? അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡാകൃതിയാണല്ലേ നമ്മൾ പഠിച്ചത്. ത്രികോണീയ, അത് ശരിയാണ്. രൂക്ഷ ഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്, അതും ശരിയാണ്. അമോണിയ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്, തെറ്റാണ്. എന്തുകൊണ്ടാണ്? സമ്പർക്ക പ്രക്രിയ വഴി ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് വരിക അല്ലേ. അമോണിയ ഏതാണ് വരിക? അമോണിയൻ്റെ പ്രധാനമായിട്ട് ഏതാണ്? ഈ പറഞ്ഞ ഏതാണ്? ഹേബർ പ്രോസസ്സ് വഴിയാണ്. ഹേബർ പ്രക്രിയ വഴിയാണ് എന്ത് ചെയ്യുന്നത്? അമോണിയ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ഹേബർ പ്രക്രിയ വഴിയാണ്, നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഏതാണ് ഉത്തരം വരിക? 3ാമത്തെ തെറ്റാണല്ലോ. അപ്പോൾ ഏതാണ്? ബി. ഓൺലി 1 and 2 ആണ് ഉത്തരം വരിക. അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ എന്ത് ചെയ്യുന്നു, പ്രതിദാനം ചെയ്യുന്നു എന്ന് ചോദിച്ചത്. ഏതാണ്? പിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ് വരിക അല്ലേ. അപ്പം എന്താണ്? പിയും ടിയും തമ്മിലാണ് പറഞ്ഞത്. അപ്പോൾ ഏത് നിയമമാണത്? ഗേ-ലുസാക്ക് നിയമമാണ്. ഏതാണ്? ഗേ-ലുസാക്ക് നിയമമാണ്. ഇതൊക്കെ കറണ്ട് അഫെയറിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ, സൾഫർ ആണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാനാണെന്ന് പറഞ്ഞുകൊടുക്കുന്നത്. താഴെ പറഞ്ഞവർ 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടാത്തതാര്? നേടിയവരാരാ? ഗുഗേഷ് ഉണ്ട്, ഹർമൻപ്രീത് സിംഗ് ഉണ്ട്, മനു ബക്കർ ഉണ്ട് അല്ലേ. അതിലില്ലാത്തതാര? പിന്നെ പ്രവീൺ കുമാറും. പിന്നെ ഇല്ലാത്തതാരാണ്? സുഖജിത് സിംഗ് ആണ്. ആരാണ്? സുഖജിത് സിംഗ് ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പം എന്താണ്? പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യകേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, ശരിയാണ്. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു, ശരിയാണ്. പക്ഷേ വേദാധികാര നിയമനം നമ്മൾ നേരത്തെയും പറഞ്ഞത് ചട്ടമ്പി സ്വാമിയാണ്. നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, ചട്ടമ്പി സ്വാമിയാണ്. അപ്പം ശരി ഏതാണ്? 1, 2, 2 ശരിയാണ്. ഓപ്ഷൻ ബി ആണ്. ഇരിയമ്യൻ തമ്മിൽ വെച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവർ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചല്ലേ. ഇത് ഓൾറെഡി കാസർഗോഡ് LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? അതിൽ എന്താണ് ഉൾപ്പെടാത്തത് എന്ന് വെച്ചാൽ 3 എണ്ണമാണ്. അപ്പോൾ ഇരിയമ്യൻ തമ്മിൽ ആട്ടക്കഥ നമ്മൾ പഠിക്കേണ്ടത് കീചകവധം, പിന്നെ ഏതാണ്? ഉത്തരാ സ്വയംവരം, പിന്നെ ദക്ഷയാഗം, അതിവിടെ ഇല്ല. ഇത് രണ്ടും ഉൾപ്പെടും. നരകാസുരവധം ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഉത്തരം ഏതാ വരിക? 1ഉം 2ഉം. ഓപ്ഷൻ സി ആണ്. 1, 2 സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഇതിപ്പോൾ. ഓക്കെ, ലാസ്റ്റത്തെ, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാന്ന് വെച്ചാലാണ്? ഗായത്രി സ്പിവാക്ക് ആണ്. ആരാണ്? ഗായത്രി സ്പിവാക്ക്. ഇത്രയുമാണ് GK ക്വസ്റ്റ്യൻസിൽ വരിക. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത മാത്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓടിച്ചു വിടുക ആൻസേഴ്സ്. 51ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1367 ആണ്. നിങ്ങളിത് ചെയ്തു നോക്കുക. അതുപോലെ 52ാമത്തെ എത്രയാണ്? 4 യൂണിറ്റ് ആണ് ഉത്തരം വരിക. 53ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 53 ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. 54ാമത്തെ കുറച്ച് പ്രസ്താവനകളാണ്. 54ാമത്തിൽ തെറ്റായത് വെച്ചതാണ് ഓപ്ഷൻ ബി ആണ്. എന്ത് ചെയ്യുക? തെറ്റ് വരിക അല്ലേ. 55 ഓപ്ഷൻ ഡി ആണ്. 56 ഓപ്ഷൻ സി ആണ്. 57 ബി ആണ്. 0. 57 ഏതാണ്? 57ാമത്തത് ബി ആണ്. 10 എന്ന് പറയുന്നത്
58ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം 10 ആണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 119 ലാസ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 64 ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് വരിക. 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 65 ഏതാണ്? ഓപ്ഷൻ സി ആണ്. 66 എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഹാസ് വിസിറ്റ് അല്ലേ? ഓപ്ഷൻ സി ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ പുട്ടപ്പ് വിത്ത് അല്ലേ? സഹിക്കുക വിത്ത്. 69ാമത്തെ ക്വസ്റ്റ്യൻ ഓൾ ഓഫ് ദീസ് എന്ന് വരും അല്ലേ? ഓൾ ഓഫ് ദീസ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മലയാളത്തിലോട്ട് പോവുകയാണെങ്കിൽ മലയാളത്തിൽ 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സുമിത്രയുടെ മകൻ എന്താണ്? സൗമിത്രി അല്ലേ? പര്യായപദം ഏതാണ്? 72ാമത്തത് ചൂതം. 72 സി ആണ് ചൂതം. 73 തീ, ഒരു തീ എന്നൊക്കെ പറയൂല അല്ലേ? സ്ത്രീലിംഗം. അതുപോലെ 74ാമത്തിൻ്റെ ഉത്തരം എന്താണ്? ലാഘവം. 75 ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ ചുമക്കുന്നു. 76ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടു. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. കേൾത്തു അല്ലെ? കേൾ പ്ലസ് ടു. അടുത്തെന്താണ്? ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. 78ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എന്താണ്? ഈ പറഞ്ഞ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജക ബഹുവചനാണ്. 79ാമത്തെ എന്താണ്? ഘാതകനാണ്. 80ാമത്തെ ദുഷ്യന്തൻ്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ അഖ്യാതം ഏതെന്ന് വെച്ചാൽ ഏതാണ്? ഓടി എന്നാണ്. എന്താണ്? ഓടി എന്നാണ്. ഇനി നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഓടിച്ചു വിടാം. അടുത്തെന്താണ്? 81ാമത്തെ ആൻസർ 1, 2, 3 എന്നാണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതൊരു? 83ാമത്തെ ആൻസർ എന്താണ്? ഡി ആണ് വരിക. 84 ബി ആണ്. 85 സി ആണ്. 86 എ ആണ്. 87 ഡി ആണ്. 88 സി. 89 ഡി. സംസ്ഥാന അടുത്ത് നമുക്ക് അറിയുന്നതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തിയ ശുപാർശ ചെയ്യാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തതായിരുന്നു വെച്ച് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭാ സ്പീക്കറാണ്. ഇവരപ്പാരാണ്? നിയമമന്ത്രിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടുള്ള വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യമാണ് അപേക്ഷ വെച്ച് എത്ര ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണമെന്ന് വെച്ചിട്ടാണ്? ബേസിക്കായിട്ട് ചോദിച്ചാൽ 48 മണിക്കൂറാണ്. അടുത്തതാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ്? 5 വർഷം കാലാവധി, 65 വയസ്സിന് സ്ഥാനം വഹിക്കാൻ പാടില്ല, 5 വർഷം അല്ലെങ്കിൽ 65. പുനർനിയമത്തിന് അർഹനാന്ന് വെച്ചാൽ അല്ല, പുനർനിയമത്തിന് അർഹത ഇല്ല. അതുകൊണ്ട് ഏതാണ്? 1, 2 ആണ് വരിക. എന്താണ്? അതുപോലെ വിവരം ലഭിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന എത്രാമത്തെ വകുപ്പാണെന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിക്കിൾ 19 ആണ് വരിക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് വിവരാവകാശ കമ്മീഷൻ വരുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 രൂപ വീതം പിഴ ചുമത്തേണ്ട അത്തരത്തിലുള്ള എത്ര വരെ ആവാൻ പാടുന്ന വെച്ചിട്ടാണ്? ഓപ്ഷൻ 3 ആണ്. ഇതിനാണ് 25,000 ആണ് വരിക. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്ന വിവരം വേണം ഒഴിവാക്കിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരിക? 1. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയും സുരക്ഷിതയും അത് ഒഴിവാക്കിയിട്ടുണ്ട്. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യം അതും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ്റെ നടപടിക്രമം അതും ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭാ തീരുമാനങ്ങളാണ് അതെന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ 1, 2 അത് നൽകണം. അത്ര വിവരങ്ങൾ നൽകണം. ഓക്കെ, അതുകൊണ്ട് എന്താണ്? 1, 2, 3 ആണ് വരിക. ഓക്കെ,
മറ്റേ ഈ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഉത്തരം ജസ്റ്റ് പറയാൻ പോവാണ്. 96-ാമത്തിൻ്റെ ഉത്തരം എന്താണ്? സി ആണ് വരിക. 97-ാമത്തിൻ്റെ ഉത്തരവ് എന്ത് തന്നെയാണ്? 97 ഏത് തന്നെയാണ്? സി തന്നെയാണ് വരിക. 98-ാമത്തത് സി, 98ഉം എന്താണ്? സി ആണ്. 99 ബി ആണ്. 100-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഡി ആണ്. അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഒഴിവാക്കുക. ബാക്കി 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമാണോ ടഫാണോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രസ്താവന ടൈപ്പൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് ഈ എക്സാം എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഈ പറഞ്ഞ ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത എക്സാമിന് മുമ്പ് എന്ത് ചെയ്യുക? നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഇതൊരു മോഡൽ എക്സാം ആയിട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക? വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഡേ കാണാം.